രത്തൻലാൽ ഇന്ന് ആഹ്ലാദവാനായിരുന്നു. കാരണം അവർക്ക് 2 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. വളരെ സന്തോഷത്തോടുകൂടി തന്റെ വീട്ടിലേക്ക് വന്ന് തന്റെ ഭാര്യ ആരതിയോട് പറഞ്ഞു. ഒരു കാര്യം കേൾക്കൂ കമലമ്മേ. എന്താ കാര്യം? എന്തിനാ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്ത് ഏത് കാര്യം സന്തോഷത്തോടെ പറയാൻ പോകുന്നുണ്ടോ അത് കേട്ടതിന് ശേഷം നിങ്ങൾ സന്തോഷത്തോടെ ബഹളം വെക്കും. അയ്യോ, ഇത്രയേറെ സന്തോഷമുള്ള കാര്യം എന്താണ്? ഞാൻ സന്തോഷം കൊണ്ട് ബഹളം വെക്കാൻ? നമ്മുടെ മോള് കമലയ്ക്ക് ഈ വർഷം 10 വയസ്സ് തികയും. ഈ 10 വർഷത്തിലൊന്നും ഇത്രയും സന്തോഷമുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ലല്ലോ, അല്ലേ? ഇപ്പോൾ നമ്മൾ ദരിദ്രമായ കാലമൊക്കെ തീരാൻ പോവുകയാണ്. ഇനി എപ്പോഴും നീ എന്നെ ചീത്ത പറയാൻ പോകുന്നേ ഇല്ല. അയ്യോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്താ സന്തോഷമുള്ള കാര്യമെന്ന് പറയൂ. ഇവിടെ നോക്കൂ കമലിയമ്മേ, ഇന്ന് എനിക്ക് 2 ലക്ഷം റുപ്യന്റെ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. ഇതാ പിടിച്ചോ 2 ലക്ഷം റുപ്യ. ഇത് എടുത്തിട്ട് പോയിട്ടേ അലമാരയിൽ ഭദ്രായിട്ട് വെക്കണം കേട്ടോ. രത്തൻലാൽ പറഞ്ഞ കാര്യം കേട്ട് ആരതിക്ക് ഒരുപാട് സന്തോഷമായി. അയ്യോ, എനിക്കിത് ആദ്യമേ അറിയായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം ഇത്രയും വലിയൊരു കാര്യം സംഭവിക്കുമെന്ന്. ഇപ്പൊ നീ കൂടുതലൊന്നും സന്തോഷപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ലോട്ടറി ചീട്ട് വാങ്ങുന്ന സമയത്തിലൊക്കെ നീയല്ലേ എന്നെ വല്ലാതെ കളിയാക്കുന്നത്. രത്തൻലാൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് ഗ്രാമമുഖ്യൻ ചിരിച്ചുകൊണ്ട് വന്നത്. മുതലാളി, നിങ്ങള് ഈ നേരത്തില്? എന്താ രത്തൻലാൽ, ഞാൻ ഈ നേരത്തിൽ നിന്റെ വീട്ടിലൊന്നും വരാൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ടവന്റെ വീട്ടിൽ ഈ മുതലാളി വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരു വലിയ നല്ല കാര്യല്ലേ. ആർത്തി ഇങ്ങോട്ട് നോക്ക്, നമ്മുടെ മുതലാളിക്ക് വേണ്ടി നല്ല ചൂടുള്ള ചായ ഉണ്ടാക്കിട്ട് വാ. രത്തൻലാൽ പറഞ്ഞത് കേട്ട് ആരതി അളമാരയുടെ ഉള്ളിൽ പൈസ വെച്ച് ഗ്രാമമുഖ്യന് ചായ ഉണ്ടാക്കാനായി പോയി. അത് പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ഒരു മുഖ്യമായ ജോലി ഓർമ്മ വന്നു. ഞാനിപ്പോൾ പുറപ്പെടുകയാണ്. മുതലാളി, എന്റെ ഭാര്യ ഇപ്പൊ ചായ ഇട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ആ ചായ കുടിച്ചിട്ട് പോയിക്കോ. ഇത്രയും പറഞ്ഞുകൊണ്ട് രത്തൻലാൽ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഗ്രാമമുഖ്യൻ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് മുറിയിലേക്ക് കടന്നു. അവിടെയാണ് ആരതി പണം സൂക്ഷിച്ചു വെച്ചത്. ഗ്രാമമുഖ്യൻ ആ പണം കയ്യിലെടുത്ത് ആരും കാണാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആരതിയും രത്തൻലാലും മുറിയിലേക്ക് വന്ന് നോക്കിയപ്പോൾ അലമാര തുറന്നിരിക്കുന്നതായി കണ്ടു. അയ്യോ രാമാ, നമ്മളെ പറ്റിച്ചല്ലോ. അയ്യോ, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും പണം കിട്ടിയത്. ഇപ്പൊ അതും നമ്മുടെ കൈവിട്ടു പോയല്ലോ. ഞാനിത് ആലോചിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഈ മുതലാളി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ട് പോയല്ലോ. നമ്മുടെ വീട്ടിലിങ്ങനെ മോഷ്ടിച്ചു പോവാൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ മനസ്സൊക്കെ വന്നത്? ഞാൻ ഈ കാര്യത്തിനെ പറ്റി നമ്മൾ ജമീന്ദാരുടെ അടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ആ സമയം ഗ്രാമമുഖ്യൻ ചിരിച്ചുകൊണ്ട് കാടിനെ ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്ന് തന്നെ ഗ്രാമമുഖ്യൻ തന്റെ മുഖത്തിലുണ്ടായിരുന്ന തൊലി പിടിച്ചു പറിച്ചു കളഞ്ഞത്. അപ്പോഴാണ് അവരുടെ കയ്യിൽ കാണുമ്പോൾ വിചിത്രമായ ഒരു മുഖം മൂടി അഴിഞ്ഞു വന്നത്. അപ്പോൾ ഗ്രാമമുഖ്യന്റെ മുഖം ഒരു വൃദ്ധയായ സ്ത്രീയായി മാറിക്കഴിഞ്ഞിരുന്നു. 2 ലക്ഷം രൂപ അവന് പാരിതോഷികമായി കിട്ടി പോലോ. എനിക്കൊന്ന് കാണണം ഈ ഗ്രാമത്തിൽ ആരാണ് സന്തോഷമായി ഇരിക്കുന്നതെന്ന്. ഈ ഗ്രാമത്തിൽ ഒരുത്തനെ പോലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാ വീട്ടിൽ കയറി ഞാൻ മോഷ്ടിക്കും. ഗ്രാമത്തിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ഞാൻ നശിപ്പിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വൃദ്ധയായ സ്ത്രീ വീണ്ടും ആ മുഖംമൂടി എടുത്തു വച്ചു. ആ മുഖംമൂടി വെച്ചതും ആ വൃദ്ധരൂപം ഒരു ഭൂ ഉടമയായി മാറി. രത്തൻലാലിന് സംശയം ഗ്രാമമുഖ്യനെ ആയിരിക്കും. ഗ്രാമമുഖ്യനുമായിട്ട് വഴക്കു കൂടാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകും. ഞാനപ്പോൾ ഒരു ഭൂവുടമയായി മാറി ആ ഗ്രാമമുഖ്യന്റെ വീട്ടിൽ പോയി മോഷ്ടിക്കും. ഇവിടെ ഗ്രാമമുഖ്യനാണെങ്കിലോ തന്റെ അളമാരിയിലെ പണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗ്രാമമുഖ്യന്റെ പത്നി രാംവതി കോപത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് ദിവസം മുഴുവൻ വേറൊരു പണിയുമില്ലേ? എപ്പോ നോക്കിയാലും അളമാര തുറന്നു കണ്ടുകൊണ്ടേയിരിക്കും. ഈ അളമാരയിൽ നിന്ന് ഞാൻ പണമൊന്നും മോഷ്ടിച്ചിട്ടില്ല. എനിക്ക് നിന്റെ മേലെ ഒരു വിശ്വാസമില്ല രാമോത്തി. പോയ പ്രാവശ്യം ഞാൻ ലോക്കർ തുറന്നു നോക്കിയപ്പോൾ അതിൽ മൊത്തമായിട്ട് 10 റുപ്യ കുറവായിരുന്നു. നിനക്ക് അറിയുമോ? എല്ലാം നശിക്കാൻ പോകുകയാണ്. ഇത്രയൊക്കെ പണത്തിന്റെ ആവശ്യം നമുക്കെന്താ? ഇതൊക്കെ നശിക്കും. നിങ്ങൾ ഒരാൾക്കും പണവും കൊടുക്കില്ല. നിങ്ങൾ നോക്കിക്കോ, ഒരു ദിവസം ഇതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോ നിങ്ങൾ ഒന്നുമില്ലാത്ത ഈ അളമാര നോക്കിക്കൊണ്ടിരിക്കണം. എടീ, നിന്റെ വായിലൊരു നല്ല വാക്കൊന്നും വരാൻ പറ്റില്ലേ രാമോത്തി? നീ എന്റെ ഭാര്യയാണോ ഇല്ല നീ എന്റെ വിരോധിയാണോ? എനിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഗ്രാമമുഖ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴാണ് അവരുടെ ചെവിയിൽ ഭൂ ഉടമയുടെ ശബ്ദം വന്ന് പതിച്ചത്. എന്ത് കാര്യമാണ് മുതലാളി? എന്തിനാ നിങ്ങളുടെ ഭാര്യനെ കൂടെ നിങ്ങൾ അടികൂടുന്നത്?
ആ സമയത്ത് ഭൂവുടമയെ കണ്ട ഗ്രാമമുഖ്യൻ ഉടനെ തന്നെ അളമാര അടച്ചു. ചേടാ, എന്നെ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തിനാ ലോക്കറൊക്കെ മൂടുന്നത് മുതലാളി? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായി എത്ര കാശ് നിങ്ങൾ വെച്ചിട്ടുണ്ടോ അതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള കാശ് എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവകാരൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, ഇതൊക്കെ നിങ്ങൾ പറയേണ്ട കാര്യമാണോ ജമീന്ദാറയ്യ? ശരി, നിങ്ങളെന്താ ഈ ഭാഗത്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനെന്താ നിങ്ങളുടെ വീട്ടിൽ ഇവിടെ ഒന്ന് വരാൻ പാടില്ലേ? ആ, ധാരാളമായിട്ട് വരാം. അത് കാര്യം എന്താണെന്ന് മുതലാളി, എന്റെ സ്ഥലത്തിന്റെ കേസ് കോർട്ടിൽ കുറെ വർഷങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അത് എനിക്ക് സാധകമായിട്ട് തീർപ്പ് വന്നിട്ടുണ്ട്. ആ സന്തോഷത്തിലാണ് ഞാൻ മൊത്ത ഗ്രാമത്തിൽ എല്ലാവർക്കും സ്വീറ്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതാ സ്വീറ്റ്. പിന്നെ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് കല്ലു സ്വീറ്റിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സ്പെഷ്യൽ സ്വീറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. മധുരം കണ്ട ഉടനെ ഗ്രാമമുഖ്യനും ഭാര്യയ്ക്കും വായിൽ വെള്ളമൂറി. കാരണം കല്ലു ബേക്കറിയുടെ സ്വീറ്റ്സ് ഗ്രാമത്തിൽ വളരെ പ്രസിദ്ധമായിരുന്നു. നിങ്ങൾ വന്നതും വളരെ ശരിയായ നേരത്തിൽ തന്നെയാണ്. എനിക്കും കുറെ നേരമായിട്ട് സ്വീറ്റ് കഴിക്കണമെന്ന് വല്ലാതെ ആഗ്രഹമായിരുന്നു. നിങ്ങൾ എന്റെ പൈസ കുറച്ച് സേമിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയായാലും സ്വീറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ കുറച്ച് കാശ് ചെലവാക്കിയിട്ടുണ്ടാവണ്ടേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമമുഖ്യൻ ആ മധുരം എടുത്ത് കഴിച്ചു. അയ്യോ, ഈ മധുരമെല്ലാം നിങ്ങൾ മാത്രം കഴിച്ചു തീർക്കുവോ? ഞാനും കുറച്ച് കഴിക്കട്ടെ. താ, ഇവിടെ തരൂ. രാംവതിയും ആർത്തിയോടുകൂടി ആ മധുരം എടുത്തു. മധുരം കഴിച്ച ഉടനെ ഗ്രാമമുഖ്യനും രാംവതിക്കും ഉറക്കം വന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവരവിടെ മയങ്ങി വീണു. ഇങ്ങനത്തെ ഒരു മണ്ടന്മാര്. ഇവര് ലോക്കറിൽ എത്ര കാശ് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാലോ. ഭൂവുടമയുടെ വേഷത്തിലിരുന്ന ആ വൃദ്ധയായ സ്ത്രീ ഗ്രാമമുഖ്യന്റെ അളമാര തുറന്നു. അളമാരയിലുള്ള പണം മുഴുവൻ എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഉറക്കമെണീറ്റതും ഗ്രാമമുഖ്യൻ നിലവിളിക്കാൻ തുടങ്ങി. ചേടാ, ഞാൻ പറ്റിപ്പോയി. ഞാൻ വല്ലാതെ മോശമായി പോയി. ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടേ ഇല്ല എന്റെ വീട്ടിൽ തന്നെ ഈ ജമീന്ദാർ വന്നിട്ട് ഇങ്ങനെ കൊള്ളയടിച്ചിട്ട് പോവെന്ന്. കണ്ടോ രാമോത്തി, നീ പറഞ്ഞ പോലെ തന്നെ ശാപം വലിച്ചിട്ടുണ്ട്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാൻ പോകുകയാണോ? അല്ലെങ്കിൽ ഭൂവുടമയുടെ വീട്ടിലേക്ക് പോകുന്നോ? എന്റെ കൂടെ വാ, ഞാൻ ഇന്ന് ആ ഭൂവുടമയെ ഒരു പാഠം പഠിപ്പിക്കും. ഗ്രാമമുഖ്യനും ഭാര്യയും ദേഷ്യത്തോടുകൂടി തങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി. ഇവിടെയാണെങ്കിൽ ആ വൃദ്ധ വീണ്ടും തന്റെ കുടിലിനു മുന്നിലേക്ക് വന്നു. അവർ ആ മുഖം മൂടി മാറ്റി. മുഖം മൂടി മാറ്റിയപ്പോഴേക്കും ഭൂവുടമയിൽ നിന്നും അവർ വൃദ്ധയായ സ്ത്രീയായി മാറി. ഇനി ഈ ഗ്രാമത്തിൽ ആ ഭൂവുടമ മാത്രമേ ബാക്കിയുള്ളൂ. അവനാ വലിയ പണക്കാരൻ. ആ മനുഷ്യന്റെ വീടും കൊള്ളയടിച്ച് അതിനുശേഷം ഗ്രാമത്തിലുള്ള എല്ലാവരുടെ വീട്ടിലും ഞാൻ മോഷ്ടിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വൃദ്ധയായ സ്ത്രീ വീണ്ടും മുഖംമൂടിയെടുത്തു വച്ചു. മുഖംമൂടി വച്ചതും രത്തൻലാലിന്റെ രൂപത്തിലേക്ക് അവർ മാറി. എന്നിട്ട് ഭൂവുടമയുടെ വീട്ടിലേക്ക് നടത്തം തുടർന്നു. ഭൂവുടമയാണെങ്കിലോ ഇവിടെ തന്റെ വേലക്കാരൻ ബല്ലിയോട് കോപപ്പെട്ട് സംസാരിക്കുകയായിരുന്നു. ബല്ലി, ഇന്നെന്താ രത്തൻലാൽ ജോലിക്ക് വന്നിട്ടില്ലല്ലോ? അറിയില്ല മുതലാളി. ഒരുപക്ഷെ അവൻ ഇന്നും ലോട്ടറി ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവും. എപ്പോഴും ഇവൻ ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവന് ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നേ ഇല്ലല്ലോ. ഒരു വശത്ത് എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഇവിടെ ഇല്ല. ഇന്നൊരു ഭാഗത്ത് ഞാൻ ആർക്ക് എന്റെ സ്ഥലം വിൽക്കാൻ പോകുന്നുണ്ടോ അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. അദ്ദേഹത്തിന് രത്തൻലാൽ ഉണ്ടാക്കുന്ന ചായയല്ലേ വളരെ ഇഷ്ടപ്പെടുക. അപ്പോഴാണ് ആ വൃദ്ധയായ സ്ത്രീ രത്തൻലാലിന്റെ രൂപവുമായി ആ വീട്ടിലേക്ക് കയറി വന്നത്. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രത്തൻലാൽ. നീ എന്താ ജോലിക്ക് ഇത്രയും വൈകിട്ട് വന്നിരിക്കുന്നത്? ഇന്ന് എന്റെ ശരീരം തീരെ സുഖമല്ല മുതലാളി. ഞാൻ വേഗം തന്നെ പുറപ്പെട്ടു പോവും. രത്തൻലാൽ ഇത്രയുമാണ് പറഞ്ഞത്. അപ്പോഴാണ് ഭൂവുടമയുടെ സ്ഥലം വാങ്ങിക്കാൻ വന്ന ആൾ ഒരു ബാഗ് മുഴുവൻ പണവുമായി അങ്ങോട്ടേക്ക് വന്നത്. ഭൂവുടമ രത്തൻലാലിനെ കണ്ട് എന്താണ് പറഞ്ഞതെന്നോ? ശരി ശരി, നീ വേഗം തന്നെ പുറപ്പെട്ടോ. ആദ്യം നീ ഞങ്ങൾക്ക് നന്നായിട്ട് ഒരു ചായ ഉണ്ടാക്കിതാ. ഭൂവുടമ പറഞ്ഞത് കേട്ട് രത്തൻലാൽ ചായ ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ രത്തൻലാൽ 3 കപ്പ് ചായയുമായി അവിടേക്ക് വന്നു. 3 കപ്പ് എന്തിനാ? 1 കപ്പ് ചായ ഞാൻ അധികമായിട്ട് ഉണ്ടാക്കിയിട്ട് പോയി മുതലാളി. ഞാൻ എന്താ ആലോചിച്ച് വെച്ചാൽ ബല്ലി ചേട്ടനും കുടിക്കുന്നു വിചാരിച്ചു. രത്തൻലാൽ പറഞ്ഞത് കേട്ട് ബല്ലി ഒരുപാട് സന്തോഷത്തോടെ 1 കപ്പ് ചായ എടുത്തു. എന്നിട്ട് അത് വീട്ടിലേക്ക് വന്ന അതിഥിക്ക് കൊടുത്തു. പക്ഷെ അവർ 3 പേരും ചായ കുടിച്ചുടനെ മയങ്ങി വീണു. അപ്പോഴാ വൃദ്ധയായ സ്ത്രീ ആ പണം മുഴുവൻ അവിടെ നിന്നെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം 3 പേരും കണ്ണുകൾ തുറന്നു. എനിക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നു അറിയുന്നില്ലല്ലോ. ഞാനെന്തോ ഉറക്കത്തിൽ നിന്ന് എണീച്ച പോലെ ഉണ്ടായിരുന്നു.
മുതലാളി, നിങ്ങൾക്ക് മാത്രല്ല അങ്ങനെ തോന്നുന്നത്, നമ്മൾ 3 പേർക്ക് അതുപോലെ സംഭവിച്ചത്. തീർച്ചയായും ആ രത്തൻലാലാണ് ചായയിൽ എന്തോ കളഞ്ഞിട്ടുണ്ടാവുക. അപ്പോഴാണ് ആ കസ്റ്റമർ അതിശയത്തോടു കൂടി പറഞ്ഞത്, മുതലാളി, പണമുള്ള ബാഗ് കാണാതെ പോയിട്ടുണ്ട്. മനസ്സിലായി, ആ രത്തൻലാലാണ് ആ പണം എടുത്തിട്ട് പോയിട്ടുണ്ടാവുക. ലോട്ടറിയിൽ അവനക്ക് കുറെ പണം കിട്ടാത്തത് കൊണ്ട് അവൻ ഈ വഴിയിൽ തേർന്നെടുത്തെന്നാ തോന്നുന്നത്. ഞാൻ ആ രത്തൻലാലിനെ വെറുതെ വിടാൻ പോകുന്നില്ല. വരൂ എന്റെ കൂടെ. ബല്ലിയും ഭൂവുടമയും ഒരുപാട് കോപത്തോടുകൂടി രത്തൻലാലിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ഇവിടെ ഗ്രാമമുഖ്യനാണെങ്കിലോ ഭൂവുടമയെ നോക്കി വരികയായിരുന്നു. അപ്പോഴാണ് വരുന്ന വഴിയിൽ രത്തൻലാൽ ഗ്രാമമുഖ്യനെ കണ്ടത്. ഗ്രാമമുഖ്യനെ കണ്ടതും ഒരുപാട് ദേഷ്യത്തോടെ രത്തൻലാൽ എന്തു പറഞ്ഞെന്നോ, മുതലാളി, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ 10 വർഷമായിട്ട് ലോട്ടറി ചീട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് എനിക്ക് ആദ്യമായിട്ട് 2 ലക്ഷം റുപ്യ ലോട്ടറി അടിച്ചത്. അത് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ മോഷ്ടിച്ചു പോയോ? നീ പറയുന്നൊക്കെ ശരിയാണ് രത്തൻലാൽ. 2 ലക്ഷം റുപ്യ നീ എപ്പോഴെങ്കിലും നിന്റെ സ്വപ്നത്തിൽ പോലെ കണ്ടിട്ടുണ്ടോ? എടാ, ഞാൻ എന്തിനാ നിന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ പോകുന്നത്? എന്റെ വീട്ടിൽ തന്നെ വലിയ മോഷണമാണ് നടന്നത്. അയ്യോ, അന്വേഷിച്ചു വന്നത് ഞങ്ങളുടെ പണമാണ്, എന്നിട്ട് നിങ്ങളുടെ പണം മോഷ്ടിക്കപ്പെട്ടെന്ന് പറയുന്നു. ഞങ്ങളുടെ പണം തേടി വരുമെന്ന് അറിഞ്ഞ ഉടനെ നിങ്ങൾ വേറെ ഒരു കഥയുണ്ടാക്കി പറയുന്നോ? അതായത് നിങ്ങളുടെ വീട്ടിൽ മോഷണം നടന്നെന്നോ? നിങ്ങൾ ഈ ഗ്രാമത്തിലെ വലിയൊരാളാണ്, നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ മോഷണം നടക്കും? ഇത് നോക്ക് ആരതി, ആവശ്യമില്ലാതെ എന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത്. എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാ. കുറച്ചു നേരം മുൻപ് ഭൂവുടമ വീട്ടിലേക്ക് വന്നിരുന്നു. എന്റെ അളമാരയിലുള്ള പണം മുഴുവൻ എടുത്തോണ്ട് പോയി. ഇതെല്ലാം വളരെ കള്ളം തന്നെയാണ്. എനിക്ക് ജമീന്ദാറിനെ പറ്റി വളരെ നന്നായിട്ട് അറിയാം. ഞാൻ അദ്ദേഹത്തിനടുത്ത് 10 വർഷമായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യം അറിയോ? അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഭക്ഷണവും ചായ തൊട്ട് വരെ ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനടുത്ത് എത്രയാ പണം ഉള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാലോ. രത്തൻലാൽ, എന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയ്ക്കോ. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് ഭൂവുടമ വന്നത്. നല്ല വഴി വന്നു, നിങ്ങൾ ഇവിടെ തന്നെ വന്നു കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കാണ് നോക്കി വന്നോണ്ടിരുന്നത്. എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ നിനക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യം വന്നത്? ഞാൻ നിങ്ങളടുത്ത് പിന്നെ സംസാരിച്ചോളാം മുതലാളി. എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കുന്നത് എങ്ങനെ തോന്നുന്നു വെച്ചാൽ നിങ്ങൾക്ക് സുഖമില്ലെന്നാണ് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭൂവുടമ രത്തൻലാലിനോട് എന്തു പറഞ്ഞെന്നോ, രത്തൻലാൽ, നിനക്ക് ലോട്ടറി ചീട്ട് അടിക്കാത്തത് കൊണ്ട് നീ ചായയിൽ തൂക്കുമരുന്ന് കലർന്നിട്ട് നിന്റെ മുതലാളിന്റെ വീട്ടിൽ തന്നെ നീ മോഷണം ചെയ്തല്ലേ? നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയും പോലും ഇല്ല. അവർ 3 പേരും ഈ ഒരു കാര്യത്തിനായി പരസ്പരം വഴക്കടിച്ചുകൊണ്ട് നിന്നു. അപ്പോഴാണ് അവിടേക്ക് ഗ്രാമത്തിലുള്ള പലരും വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരവരുടെ വീട്ടിൽ നടന്ന മോഷണത്തെപ്പറ്റി പറഞ്ഞത്. ഇവിടെ നോക്കൂ ജമീന്ദാർ, എനിക്ക് തോന്നുന്നത് നിങ്ങളാണ് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എല്ലാ പണവും മോഷണം ചെയ്തു പോയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴെനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ തീർച്ചയായിട്ടും ഇതിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മുതലാളി. എനിക്കും ഇപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ശരി, നമ്മളെല്ലാരും ചേർന്ന് ആ കള്ളനെ എങ്ങനെയാണ് പിടിക്കാൻ പോകുന്നത്? അപ്പോഴാണ് അവരെല്ലാവരുടെയും കാതുകളിൽ ഒരു സ്വാമിയുടെ ശബ്ദം വന്ന് പതിഞ്ഞത്. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ തീർച്ചയായിട്ടും അതൊരു മനുഷ്യനല്ല. അതിനെ നിങ്ങൾ പിടിച്ച് ജയിലിൽ ഇടാനും പറ്റില്ല. ഒരു പക്ഷെ അത് മനുഷ്യനല്ലെങ്കിൽ പിന്നെ അത് ആരാണ്? എനിക്കതിന് ആരാണെന്ന് അറിയാം. ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ കാട്ടിന് നടുവിൽ ഒരു കുടിൽ കിട്ടുന്നത് ഞാൻ കണ്ടിരുന്നു. ആ കുടിലുള്ള ഒരു വയസ്സായ കിഴവി, അവൾ ജമീന്ദാറായിട്ട് വേഷമിടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. സ്വാമി പറഞ്ഞത് കേട്ട് ആ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും പരസ്പരം സംശയത്തോടുകൂടി നോക്കി. അങ്ങനെ വെച്ചാൽ ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു തീർവ് പറയൂ സ്വാമി. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ അവൾ ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ നശിപ്പിച്ചിട്ടാ പോവുക. നിങ്ങളുടെ ഗ്രാമം മുഴുവനും നശിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. എന്റെ കൂടെ വരൂ. ഇതിനുള്ള ബദൽ ആ കിഴവിന്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. സ്വാമി അവരെ എല്ലാവരെയും ആ കുടിലിന് മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതായത് ആ വൃദ്ധയായ സ്ത്രീ ആ വീടിനുള്ളിലെ കട്ടിൽ ശാന്തയായി ഇരുന്നിരുന്നു. ഗ്രാമത്തിലെ സകല ജനങ്ങളും ഒരുമിച്ച് വന്നത് കണ്ട് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായോ? ഇതെല്ലാം വിട്ടേക്ക്. ആദ്യം നീ ആരാണെന്ന് പറയൂ. പിന്നെ ഇവരുടെ എല്ലാവരുടെ വീട്ടിലും നീ എന്തിനാണ് ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ ഗ്രാമത്തിലാണ് ജീവിച്ചത്. എന്റെ ഭർത്താവ് ഗ്രാമമുഖ്യന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. അത് അവർക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പകരം ഗ്രാമമുഖ്യൻ എന്നെയും എന്റെ ഭർത്താവിനെയും കഴുത്തു പിടിച്ച് വീടിന് പുറത്താക്കി. ഞാനും എന്റെ ഭർത്താവും എല്ലാവരോടും സഹായം അഭ്യർത്ഥിച്ചു. പക്ഷെ ഒരാള് പോലും ഞങ്ങളെ സഹായിച്ചില്ല. ഗ്രാമത്തിലെ ഭൂവുടമയും ഞങ്ങളെ സഹായിച്ചില്ല. ഒരു ജനങ്ങളും സഹായിച്ചില്ല.
എന്റെ ഭർത്താവിന് ആ ദുഃഖം താങ്ങാൻ പറ്റിയില്ല. പക്ഷെ പരാജയം ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. ഞാൻ താന്ത്രിക വിദ്യ പഠിച്ചു, എന്നിട്ട് എല്ലാം അറിയുന്ന മന്ത്രവാദിയായി മാറി. നീ എന്റെ അടുത്ത് കള്ളം പറയാണ്. നിന്റെ ഭർത്താവ് എന്റെ അടുത്ത് കടം വാങ്ങിയിരുന്നു. പിന്നെ നിങ്ങളുടെ ഭർത്താവ് എപ്പോഴാ എന്റെ അടുത്ത് കടം വാങ്ങിയത്? പിന്നെ എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ല. പിന്നെ നിങ്ങൾ ആരാണെന്ന് എനിക്ക് ഓർമ്മയുമില്ല. മണ്ടന്മാരെ, ഞാൻ ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപെയുള്ള സംഭവമാ പറയുന്നത്. 50 വർഷം മുമ്പ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ചെയ്ത തെറ്റിനു വേണ്ടി അതിനുള്ള ശിക്ഷയ്ക്ക് നീ എന്തിനാ ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത്? ഇതിൽ ഇവരുടെ തെറ്റ് എന്താണുള്ളത്? ആ കാലത്ത് ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ഈ കാലത്തല്ലേ അനുഭവിക്കേണ്ടത്. സ്വാമി, നിങ്ങൾ ഇവിടെ നിന്ന് പോ. ഈ പാവപ്പെട്ട ഗ്രാമജനങ്ങൾക്ക് പൈസ നീ തിരിച്ചു കൊടുക്കണം. പിന്നെ ഇവിടുന്ന് പോയേക്കണം. അത് ഒരിക്കലും സാധ്യമല്ല സ്വാമി. എന്നെ ആർക്കും പിടിക്കാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് വൃദ്ധയായ സ്ത്രീ ആ മുഖം മൂടിക്കൊണ്ട് തന്റെ മുഖം മാറാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആ സ്വാമി ഉച്ചത്തിൽ രത്തൻലാലിനെ നോക്കി പറഞ്ഞത്, അവളുടെ ആ മുഖംമൂടി വാങ്ങിയിട്ട് പൊട്ടിച്ചേക്ക്. അവളുടെ ആ മുഖംമൂടിയിലാണ് എല്ലാ ശക്തിയും ഉണ്ടെന്ന് തോന്നുന്നത്. രത്തൻലാൽ വളരെ പെട്ടെന്ന് തന്നെ ആ വൃദ്ധയുടെ കയ്യിൽ നിന്നും മുഖംമൂടി പിടിച്ചെടുത്തു. എന്നിട്ടത് താഴേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. ആ മുഖംമൂടി പൊട്ടിച്ച ഉടനെ തന്നെ ആ വൃദ്ധയായ സ്ത്രീ ഒരു കറുത്ത പുകയായി മാറി. ഭൂവുടമ രത്തൻലാൽ, ഗ്രാമമുഖ്യൻ, പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും തങ്ങളുടെ പണമെടുത്ത് അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ആ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി ജീവിച്ചു പോന്നു.